കാരണം എന്താ വെച്ചാൽ ഇന്നലെ ടയേർഡായിട്ടാണ് റൂമിൽ വന്നത്. അപ്പം ലേറ്റായിട്ട് എണീറ്റത്. സോ ഇപ്പം ഏകദേശം 3:30 കണ്ടായിട്ടുണ്ട്. നമ്മൾ 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളന്ന് ക്രൂയിസ് ഡിന്നർ കഴിക്കാൻ വന്ന സമയത്ത് നമ്മളൊരു ഓൾഡ് വിൻറ്റേജ് ഒരു ചെറിയ ക്ലിപ്പ് അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ആ സ്ഥലം ഒന്നും ഡേ ലൈറ്റിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഇപ്പം ഓൾഡ് ദുബായ് എന്നങ്ങാണ്ടാണ് പേര്, എന്തോ ഓൾഡ് സോക്ക് ക്രീക്ക് അങ്ങനെ എന്തോ പേര് കറക്റ്റ് അറിയില്ല, ഞാൻ നോക്കാം മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടിറങ്ങി 3 മണിയായിട്ട് നല്ല വെയിലാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ സ്ഥലവും പിന്നെ ബുർജ് ഖലീഫയും ദുബായ് മാളും ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓൾഡ് ദുബായ് ക്രീക്ക്, ഓൾഡ് സോക്ക് ക്രീക്ക് എന്ന് അങ്ങനെയുണ്ട് പറയുന്ന സ്ഥലം. അപ്പം ഇവിടെ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇവിടെ നിന്നാണ് രാത്രി മറ്റേ ക്രൂയിസ് ഡിന്നറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ അധികം ഷോപ്സ് ഉണ്ട്. പിന്നെ മക്ഡൊണാൾഡ്സ് ഇപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയില്ല. പിന്നെ വിൻറ്റേജ് സ്റ്റാർബക്സ്, ഏറ്റവും ബ്യൂട്ടിഫുൾ സ്റ്റാർബക്സ് ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ സ്റ്റാർബക്സിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. നോക്കട്ടെ, അന്നേരത്തെ മൈൻഡ് അനുസരിച്ചിരിക്കും. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല നൈസ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വിൻറ്റേജ് വൈബും നല്ല ഫോട്ടോഗ്രാഫിക് ഫ്രെയിംസ് ഇഷ്ടം പോലെയുണ്ട്. അത്യാവശ്യം നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രൂയിസ് ഡിന്നർ ഷിപ്സ്. നമ്മൾ ആ കാണുന്ന ക്രൂയിസിലാണ് നമ്മൾ അന്ന് മെനഞ്ഞാന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത്. അങ്ങനെ ഇവിടെ കുറേ ക്രൂയിസ് ഉണ്ട്, ഓരോരോ ബ്രാൻഡുണ്ട്. നമ്മളിത് ദോ ക്രൂയിസ് എന്ന് പറയുന്നൊരു ഉള്ളൊരു ക്രൂയിസിലാണ് പോയത്. അത് നമ്മൾ ക്ലൂക്ക് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ അധികം ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ കുറേ തുണിക്കടകളും സോവനീർ ഷോപ്പുകളും അങ്ങനെയുള്ള കടകളൊക്കെയാണ് മോസ്റ്റ്ലി ഉണ്ടല്ലോ. ഇവിടെ കുറേ ഈ അറബികളുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ അറബി കൾച്ചറായിട്ടുള്ള ഐറ്റംസും ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ ഇവിടെ 2 ജ്യൂസ് കട, ഇവിടെ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. പിന്നെ കുറേ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റേ കുന്തിരിക്കം അങ്ങനെയുള്ള സ്പൈസസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഗൈസ് ഞാനിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. കുറച്ചൊരു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെയാണ് ബീച്ചിൻ്റെ എന്തോ സെറ്റപ്പാണ്, എന്തോ അറിയുന്നില്ല. ഇവിടെ നിന്നാണ് ക്രൂയിസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹോട്ട് ചിപ്സിൻ്റെ കടയുണ്ട്. ഇവിടെ മോസ്റ്റ്ലി മൊത്തത്തിൽ എല്ലാം സെയിം വൈബാണ്. എല്ലാം ഈ സൂനിയർ ഷോപ്പുകളും ഈ അറബികളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളാണ് ഇവിടെ മോസ്റ്റ്ലി പൊതുവെ കാണുന്നത്. പിന്നെ പെർഫ്യൂം ഷോപ്പുകൾ അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ മോസ്റ്റ്ലി. പിന്നെ 1-2 ചായക്കടകളും ഫുഡ് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പിന്നെ എല്ലാം ഒന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതൊക്കെ തന്നെയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ പിന്നെ രാത്രിയിൽ ഒരു ഫോട്ടോഗ്രാഫിക്ക് വൈബും ഉണ്ട്, മോർണിംഗിൽ ആ ഒരു വിൻറ്റേജ് വൈബ് ഉണ്ട്. ഏത് ടൈമിൽ വന്നാലും വൈബാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈകിട്ട് ടൈമിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ക്രൂയിസ് ഡിന്നറും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന രീതിയിലും പോവാം. അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വന്നിട്ട് ക്രൂയിസ് ഡിന്നർ അറ്റന്നിട്ട് രാത്രി വൈബ് ആസ്വദിച്ചിട്ട് പോവുകയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമ്മളന്ന് കുറച്ച് ടയേർഡായതുകൊണ്ട് പിന്നെ നമ്മളന്ന് കുറേ നേരം ഇവിടെ നിന്നില്ല. പിന്നെ ഒരു ദിവസം വരാമെന്നുള്ള മൈൻഡിൽ നമ്മളങ്ങ് പോയി. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ബാക്കി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇതൊക്കെ തന്നെ, ഓക്കെ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ ഇവിടെ തിരക്കായി തുടങ്ങി വരുന്നുണ്ട് ഈവനിങ് ആയപ്പോൾ. എവിടെയോ സ്റ്റാർബക്സ് ഉണ്ട്, ഞാനൊന്ന് കണ്ടെത്തട്ടെ. സ്റ്റാർബക്സ് പറ്റുമെങ്കിൽ കയറാൻ നോക്കാം. എവിടെയാണെന്നൊന്ന് കണ്ടെത്തട്ടെ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ സോക്ക് അൽ സീഫ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടാക്സി സ്പോട്ടും ബസ് ഉണ്ടോയെന്ന് അറിയില്ല. ടാക്സിയും കാറൊക്കെ കൊണ്ടുവന്ന് ഇടാൻ പറ്റിയ സ്ഥലം ഇതാണ്. ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കടകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനി അവിടെ സ്റ്റാർബക്സും കൂടെ ഒന്ന് കണ്ടെത്തണം എവിടെയാണെന്ന്. അത് നല്ല വൈബുള്ള ഒരു ആംബിയൻസുള്ള സ്റ്റാർബക്സ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ തപ്പി കണ്ടുപിടിക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. അങ്ങനെ ഇവിടെ ചെറിയ പാട്ടും മേളമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻറ്റേജ് കോസ്റ്റ കോഫി ഉണ്ട്. ഇവിടെ ഒരു സർക്കിൾ കെ ഉണ്ട്. സർക്കിൾ കെ നമ്മുടെ അയർലൻഡിലും ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു വിൻറ്റേജ് വൈബിലുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്റ്റാർബക്സ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മാപ്പിനകത്ത് നോക്കിയപ്പോൾ. നമ്മൾ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ളിൽ കയറിയേക്കൊള്ളുന്നൊരാഗ്രഹമുണ്ട്, നോക്കട്ടെ. ലാസ്റ്റ് അങ്ങനെ നമ്മൾ സ്റ്റാർബക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാർബക്സ്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറട്ടെ. ഉള്ളിൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പുറത്തൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത്.
എല്ലാം ഒരു വിൻറ്റേജ് വൈബ്, കൊള്ളാം. നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്, തിരക്കുണ്ട്. ഇവിടെ വാങ്ങിയിട്ട് പോവാം. ആ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എങ്ങനെ റേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓ, നല്ല തിരക്കാണ്. നമ്മൾ സ്റ്റാർബക്സിൽ കയറി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ പേരൊക്കെ അവർ തെറ്റായിട്ടാണ്. BLAക്ക് BLA എഴുതി തന്നു. നമ്മളിത് വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. വലിയ രസമൊന്നുമില്ല കേട്ടോ, സ്റ്റാർബക്സിൽ കുടിക്കുന്നവർക്ക് അറിയാമല്ലോ. വാഷ്റൂംസ് തന്നെ ഒരു ഈസ്തറ്റിക് വൈബിലാണ്. അങ്ങനെ നമ്മൾ ദുബായ് മാൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ദുബായ് മാളിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതൊന്ന് ഏക്കർ കണക്കിന് കിടക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോർ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു. അല്ല, നമ്മളിപ്പം സെക്കൻഡ് ഫ്ലോറിലാണല്ലേ. നമ്മൾ താഴോട്ടൊക്കെ പോവാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ക്രൗഡറാണ്. ഫൗണ്ടൻ കാണാനുള്ള ക്രൗഡാണ്. ആണ് ബുർജ് ഖലീഫ. ഫുൾ ക്രൗഡ്. ഫൗണ്ടൻ കാണാനായിട്ട് ഫുൾ ക്രൗഡാണ്. ദുബായ് മാളിലൂടെ മന്ദം വായി നോക്കി നടക്കുന്ന കുറച്ച് പേരാണ്. ഇതൊക്കെ ഒരു വൈബല്ലേ. അപ്പം നമ്മൾ വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ്. ഇതാണ് ദുബായ് വാട്ടർഫോൾസ്. നീല നീല മേഘങ്ങൾ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നിരിക്കുന്നു. അപ്പം നമ്മൾ യാത്രയാവുകയാണ്. കെവിൻ പോവാണ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നെല്ലാവരും കിട്ടിയത് നമ്മൾ ഇട്ടില്ല. നമുക്ക് ഇടയ്ക്ക് വെച്ച് കിട്ടിയതായിരുന്നു കെവിനെ. അപ്പം കെവിനും പോവാണ്. ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് എൻജോയ് ആയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വ്ളോഗ് എടുത്ത് ബുർജ് ഖലീഫ പോകുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗോൾഡ് സോക്കിലും പെർഫ്യൂം സോക്ക്, ദുബായ് ഫ്രെയിം, കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അത് നമ്മൾ വ്ളോഗാക്കിയില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ്. അത് ഒന്നും വ്ളോഗാക്കാൻ പറ്റില്ല. എന്നതിൻ്റെ ഫോട്ടോസൊക്കെ എല്ലാം കയ്യിലുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചവിടുന്ന് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പോൾ ഇസ്താൻബുളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡായി. ഇനി ഇവിടുന്ന് 8:30 ഫ്ലൈറ്റ് നേരെ ഡബ്ലിൻ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ബൈ.